പക്ഷെ അതിന്റെ കൂട്ടി ഏകദേശം 5 കോടിയോ 10 കോടിയോ അതിന്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. മുതൽ മുടക്ക് വരുന്ന വ്യവസായങ്ങൾ, ആ വ്യവസായങ്ങളെ നമ്മൾ തരംതിരിക്കുന്നത് അവയ്ക്ക് എത്ര കണ്ട് മുതൽ മുടക്ക് ആവശ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം 10 കോടി രൂപയാണ് തോന്നുന്നു ചെറുകിട വ്യവസായങ്ങളുടെ ഞാൻ കുറച്ചുകൂടെ അത്ര അപ്ഡേറ്റഡ് ആയില്ല, അപ്പൊ മറന്നുപോയി. 10 കോടിയാണെന്ന് തോന്നുന്നു. ആദ്യം അത് 20 ലക്ഷമായിരുന്നു, പിന്നെ അത് 1 കോടിയായി, പിന്നെ 5 കോടിയായി, പിന്നെ 10 കോടിയായി, ഇനിയിപ്പോ അത് 20 കോടി അങ്ങനെ ആയോ എന്ന് അറിയില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോ എത്ര മുതൽ മുടക്കാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, അതിനെ കുറിച്ചിട്ട് അത് കേരള എക്കണോമിയെ സംബന്ധിച്ചിട്ടും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മുടെ കേരള എക്കണോമി ഇനി നോക്കുന്നത് വലിയ ബിഗ് ഇൻഡസ്ട്രീസ് അല്ല, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിലല്ല, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലേക്കാണ് കേരളം ഉറ്റുനോക്കുന്നത്. കാരണം എന്താണ്? അത് നിങ്ങളോട് ചോദിക്കാം, അതിലെ സാധ്യതകൾ നിങ്ങളോട് ചോദിക്കാം. എന്താണ് കാരണം? സ്റ്റാർട്ടപ്പുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇവിടെ അല്ല, നമ്മൾ കേരള എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത് കേരളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് MSMEക്കാണ്. എന്തുകൊണ്ടായിരിക്കും? ആരെങ്കിലും പറയാൻ പറ്റുമോ? വളരെ സിമ്പിൾ ആൻസർ ആണ്. നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി തന്നെയാണ്. കാരണം നമ്മൾ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വളരെ സ്മോൾ, ഇന്ത്യയുടെ ഏകദേശം 2% മാത്രം ഇത് വരുന്ന ഏരിയ വരുന്ന ഒരു സംസ്ഥാനത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ പറ്റില്ല. അതാണ്. അപ്പൊ നമ്മൾക്ക് സാധ്യമായിട്ടുള്ളത് എന്ത് തന്നെയാണ്? MSMEs ആണ്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളാണ് നമ്മൾക്ക് പറ്റുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, ഇംപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. ഓക്കെ, അതിൽ സാധ്യതകൾ ചോദിക്കാം, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിക്കാം. കേരളം അതിൽ ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയങ്ങൾ ചോദിക്കാം. കേരളത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അംഗീകാരങ്ങളെ കുറിച്ച് ചോദിക്കാം. അതൊക്കെ നിങ്ങൾ ഈ ഒരു മേഖലയിൽ കേരളത്തിന്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ കേരളത്തിന്റെയും കൂടി അവിടെ മെൻഷൻ ചെയ്ത് പോകുന്നത് മാത്രം MSME ചോദിച്ച സമയത്ത്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചിട്ട്, നമ്മളുടെ ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ്, ഏതൊക്കെ വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപാദനക്ഷമത കൂടിയിട്ടുള്ളതും കുറഞ്ഞിട്ടുള്ളതും, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, സംഭാവന ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. ഉദാഹരണത്തിന് വിഴിഞ്ഞത്ത് നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആരംഭിക്കാൻ പോകുന്നു. കേരളത്തിൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്, അതറിയാവോ എവിടെയാണെന്നുള്ളത്? കൊച്ചിയിൽ. യെസ്, കൊച്ചിയിൽ. ഇപ്പൊ വിഴിഞ്ഞത്തും നമ്മളൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആരംഭിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പുകളിലാണ്. അതിന് അവിടെ ആയിട്ടില്ല, അത് പ്രഖ്യാപിക്കും, കുറച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കും. കൊച്ചിയിൽ നിലവിൽ നമുക്കൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ട്. ഇന്ത്യയിൽ മറ്റ് കണ്ടല പോലുള്ള കുറെ സ്ഥലങ്ങളിൽ എക്കണോമിക് സോണുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചെടുക്കുക, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എക്കണോമിക് സോൺസുകൾ എന്തൊക്കെയാണ്. അതിന്റെ എക്കണോമിക് സോണായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് വായിച്ചു പോവുക. അത് നിങ്ങൾക്ക് പ്രിലിമിനറി ആണെങ്കിലും മെയിൻ ആണെങ്കിലും നിങ്ങൾക്ക് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കോമ്പറ്റീഷൻ പോളിസി, അതായത് നമ്മളുടെ വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ച് നമ്മുടെ നയം എന്താണ്? വിദേശ നിക്ഷേപത്തിൽ നമ്മളുടെ ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇന്ത്യ അനുവർത്തിച്ചു വരുന്ന എന്താണ് എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഇൻഷുറൻസിൽ ഇന്ത്യയുടെ നയം എന്താണ് എന്നും കൂടി ഇപ്പൊ ഏറ്റവും വന്നിട്ടുള്ള പുതിയൊരു സംഭവമാണ്. ഇൻഷുറൻസിൽ നമ്മൾ 100% തുറന്നു കൊടുക്കാൻ പോവുകയാണ്. ഇൻഷുറൻസ് കമ്പനികൾക്ക് തുറന്നു കൊടുക്കുകയാണ്. വളരെ കുറഞ്ഞ ചില കണ്ടീഷൻസ് മാത്രമാണ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോ ഇനി മറ്റൊരു സംഭവം വരാൻ പോകുന്നു. നിങ്ങൾ ആണവോർജ നിലയങ്ങളെ കുറിച്ചിട്ട് എന്താണെന്നറിയാവോ? അവിടെ ഒക്കെ ഇംപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മെയിനാണ് ഞാൻ അധികം പറയുന്നത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വൺ വേർഡ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പറയാൻ പറ്റുമോ? സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ നമ്മളുടെ ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് അറിയാവോ? ഭോപ്പാൽ മറ്റുള്ള ആൾക്കാർ ആരും പറയുന്നില്ല കേട്ടോ. ജിഷ്ണും അതുപോലെ തന്നെ ശ്രുതി, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ അർജുനും മാത്രമാണ്, വളരെ കുറച്ച് ആൾക്കാരാണ്, സ്വപ്നമോൾ, ഇങ്ങനെ 4 പേരാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനെങ്കിൽ പറയാം. ഒരു കോടതി ഡിസ്പ്യൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ സാർ. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ഒരു കോൺട്രഡിക്ഷൻ വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ആണവ നിലയങ്ങൾ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, സപ്പോസ്
എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് ഫുക്കുഷിമ, അതേപോലെ തന്നെ കൂടംകുളം നിലയത്തിനെതിരെയുള്ള സമരങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ജപ്പാനിലുള്ള ഫുക്കുഷിമയല്ലേ, ഫുക്കുഷിമ ആണവോർജ്ജ നിലയല്ലേ പൊട്ടിത്തെറിക്കുകയോ ഗ്യാസ് ലീക്ക് അങ്ങനെ ഇപ്പൊ അടുത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആരത് എന്ത് ചെയ്യും, അതിന്റെ ഈ ബേർഡൻ ഏറ്റെടുക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അപ്പൊ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇളവ് കൊടുക്കാം, അത് വേണ്ട, അങ്ങനത്തെ ഒരു വലിയൊരു പ്രശ്നങ്ങൾ, ഒരു വലിയ പ്രോബ്ലം നമ്മളിപ്പോൾ ഒരു കോടതി ഡിസ്പ്യൂട്ടായിട്ട് നിലനിൽക്കുന്നു. അപ്പൊ അതിൽ നമ്മളുടെ പോളിസികൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസികൾ, അതുപോലെ തന്നെ ഇ കൊമേഴ്സ് നമ്മളുടെ ആ ഒരു ടേം ഞാൻ മറന്നുപോയി, നിങ്ങൾ അറിയില്ലേ, നമ്മളെ ഗിഗ് എക്കണോമിക്കിനെ കുറിച്ച് അറിയാമോ? ഗിഗ് എക്കണോമി, സൊമാറ്റോ പോലുള്ള, അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ വരുന്ന ഗിഗ് എക്കണോമിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. ഗിഗ് എക്കണോമിന് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു നയം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എന്താണെന്ന് അറിയാവോ? ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആണ്, ഇതൊന്നും ഞാൻ പഠിച്ചെടുത്തല്ല, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് തൊഴിലാളികൾക്കുള്ള സുരക്ഷിതത്വമല്ലേ ആ ചില സുരക്ഷിത നയങ്ങൾ, അവർക്ക് എന്തോ ഒരു പ്രത്യേക നമ്മളുടെ ക്ഷേമനിധി പോലത്തെ ഒരു സംഭവം ഇപ്പൊ സർക്കാർ നമ്മുടെ നടക്കാൻ പോകുന്നു. ഇതിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബജറ്റ് നിങ്ങളൊന്ന് പഠിച്ചെടുക്കണം. കേരള എക്കണോമിയുടെയും ഇന്ത്യൻ എക്കണോമിയുടെയും പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ പഠിച്ചെടുക്കണം. പക്ഷെ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് എവിടെ കിട്ടുന്നത്? ഇന്ത്യൻ എക്കണോമിക് റിവ്യൂവിലും അതുപോലെ തന്നെ കേരള എക്കണോമിക് റിവ്യൂവിലും നമുക്ക് ലഭ്യമാകുന്നതെന്ന് മനസ്സിലാവുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദ എക്കണോമി. LPG എന്ന് കേട്ടിട്ടുണ്ടോ? എക്കണോമിക്സ് പഠിച്ച ആൾക്കാർക്ക് വേഗം പറയാൻ പറ്റും. ഞാൻ വളരെ ഇതായിട്ട് പോകുന്നുണ്ടല്ലേ, നിങ്ങളുടെ സമയം നിർത്തട്ടെ എന്നാൽ അതിനെ പറ്റിയിട്ട് ലിബറലൈസേഷനും അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും അതിൽ നിങ്ങളോട് ഈ സിലബസിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദ എക്കണോമി. ആ ലിബറലൈസേഷൻ കൊണ്ട്, ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ചില സൗജന്യങ്ങൾ കൊടുക്കുക, അതുകൊണ്ട് കേരള എക്കണോമിയിൽ ഉണ്ടായിട്ടുള്ള ഒരു എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തെല്ലാം തരത്തിലുള്ള ഉദാരവൽക്കരണമാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈസൻസിങ് സമ്പ്രദായങ്ങൾ എളുപ്പമാക്കി കൊടുത്തു, അതുപോലെ തന്നെ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള സംഭവങ്ങൾ ഇളവുകൾ കൊടുത്തു, അതുപോലെ തന്നെ ചില പ്രൊഡക്റ്റുകളെ നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും, പലതരത്തിലുള്ള ഉദാരവൽക്കരണം, നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഉദാരമായിട്ട് മാർക്ക് കൊടുക്കുക എന്ന് പറയില്ലേ, നമ്മുടെ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, രാജ്യത്ത് തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഏത് സ്റ്റേറ്റ് ആണ് ഇപ്പോഴത്തെ അവാർഡ് കരസ്ഥമാക്കി എന്ന് പറയാൻ പറ്റുമോ? കേരളമാണോ? ഉറപ്പാണോ? അതെ, വളരെ അഭിമാനാർഹമായിട്ടുള്ള, നമ്മൾ കേരള ഒരിക്കൽ തന്നെ അല്ല ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി സ്റ്റേറ്റ് അല്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ്. നമ്മളുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ പലതരത്തിലുള്ള നയങ്ങൾ കൊണ്ട്, ഇൻഡസ്ട്രീനെ പ്രോത്സാഹിപ്പിക്കാനുള്ള നയങ്ങൾ കൊണ്ട് നമ്മൾ എന്തുണ്ടായി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക അവാർഡ് നമ്മൾ വാങ്ങുന്നുണ്ടായി. ഓരോ മേഖലകളാണ് കേട്ടോ. അതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പല നയങ്ങൾ, അവിടെ നമ്മൾ ചില പരിപാടികൾ എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ കൂടുതലായിട്ട് ഇവിടെ കൊണ്ടുവരികയും ഒരു മില്യൺ ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ഒക്കെ നമ്മൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളയെ നമ്പർ 1 ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി. മീനിങ് ആൻഡ് അതിന് നിങ്ങളോട് ചോദിക്കുന്നതിൽ അതിൽ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ. അതിന്റെ ഒരു വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ജലലഭ്യത. അതിൽ നിങ്ങൾക്ക് ജൽജീവൻ മിഷനെ കുറിച്ചിട്ടുള്ളൊക്കെ ഒരു ചെറിയ വായന നല്ലതാണ്. ചെറിയതല്ല, ഞാൻ പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് ടച്ച് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ജൽജീവൻ മിഷനെ കുറിച്ചിട്ട്, ഇന്ത്യയിൽ ഒട്ടുക്ക് നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷനെ കുറിച്ചിട്ട് നമ്മൾക്ക് നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് അഭിയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ വായിക്കേണ്ടി വരും. അതുപോലെ തന്നെ എനർജി ആൻഡ് പവറിനെ കുറിച്ചിട്ട്, സയൻസ് ആൻഡ് ടെക്നോളജിനെ കുറിച്ചിട്ട്, ഇങ്ങനെ വലിയ ഒരു സംഭവം. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ച് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റോഡ് സിസ്റ്റത്തിൽ, അതുപോലെ തന്നെ എയർപോർട്ടിൽ, റെയിൽവേയിൽ, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലകളിൽ, ഡാമിൽ, ഇൻലാൻഡ് വാട്ടർവേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾക്ക് അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടം നമ്മുടെ കേരളത്തിലുണ്ട്. അറിയാവോ? ഇൻലാൻഡ് വാട്ടർവേസിൽ
രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു പദ്ധതി കേരളം കാഴ്ചവെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് വൺ കാർഡാണോ സാർ മെട്രോയിലെ? യെസ്, ഒന്നുകൂടി പറയാം. യെസ്, ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അമീൻ ഹസൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടർ മെട്രോ ഇന്ത്യയിലെ ഏക വാട്ടർ മെട്രോ ആണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മുടെ ഇവിടുന്ന് അത് അനുകരിച്ചിട്ട് നമ്മുടെ ഇവിടുന്ന് വാട്ടർ മെട്രോന്റെ ബോട്ടൊക്കെ യു പിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, റോഡ്, അതുപോലെ തന്നെ പോർട്ട്, ഇങ്ങനെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി മേഖലകളിലൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നന്നായിട്ട് വായിക്കാൻ പറ്റും. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒന്നുണ്ട് കേരള ഡെവലപ്മെന്റ് ഇഷ്യൂസ്, ന്യൂ മില്ലേനിയം, അതുപോലെ തന്നെ കേരള എക്കണോമിക് ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉമ്മൻ സാറിന്റെ കേരള ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ്, കേരളത്തിന്റെ വികസന അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് എന്ന അനുഭവങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പുസ്തകങ്ങൾ നിങ്ങളെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ സഹായിക്കും. മറ്റുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, ഇഷ്ടംപോലെ ഇന്ത്യൻ എക്കണോമിക് പുസ്തകങ്ങൾ നമ്മൾക്ക് ലഭ്യമാണ്. ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഓവർ ടൈം, ഗ്രോത്ത് റേറ്റ്, ജെൻഡർ, റൂറൽ അർബൻ മൈഗ്രേഷൻ, ലിറ്ററസി, റീജിയണൽ സ്ട്രക്ചർ ആൻഡ്, ഇതൊക്കെ കേരളത്തിനും ബാധകമാണ്, ഇന്ത്യക്കും ബാധകമാണ്. ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ്, അതായത് പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചാണ്. നമ്മളുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്തിന് നിങ്ങൾക്കറിയാം 3 തരത്തിലുള്ള 3 ഘട്ടങ്ങളാണ് പോപ്പുലേഷൻ ഉള്ളത്, പോപ്പുലേഷൻ ഗ്രോത്തിനുള്ളത്. ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ? ജനസംഖ്യാ വളർച്ചയുടെ ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ? അതിൽ ഇന്ത്യയും കേരളവും ഒക്കെ കടന്നു പോകുന്ന എത്രാമത്തെ ഘട്ടത്തിലൂടെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത്രയേ ഉള്ളൂ സംഭവമാണ്. ഇക്കണോമിക്സിനെ പറ്റി പറയുന്നില്ല. ഡിക്ലൈനിങ് ഫേസ്. കേട്ടില്ല. ഡിക്ലൈനിങ് ഫേസ്, ഗ്രോത്ത് റേറ്റുകൾ കുറയുന്നു, വാർദ്ധക്യം കൂടുന്ന. അത് വളരെ സിമ്പിൾ ആണ്. 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. 1ാം ഘട്ടത്തില് ജനനനിരക്കും മരണനിരക്കും വളരെ കൂടുതലായിരിക്കും. ജനസംഖ്യ വളരുന്നതാണ്. ജനങ്ങൾ ജനിക്കുന്നതും ഒരുപോലെ തന്നെയാണ്, മരിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും? ആരോഗ്യ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കൊണ്ടും ജനിക്കുന്നതും അതുപോലെ തന്നെ. അപ്പൊ കൂടുതൽ കുട്ടികൾ ജനിക്കേണ്ടി വരും, എന്നാലേ കുറച്ച് കുട്ടികൾ അവിടെ നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് ജനനനിരക്കും മരണനിരക്കും ഒരേപോലെ ആയിരിക്കും. 2ാമത്തെ ഘട്ടമാണ് ഞാൻ അതാ പറഞ്ഞത്. ഡീപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ ഓരോരോ സിലബസ് മാത്രം എടുത്ത് പഠിക്കേണ്ടി വരും. ഇത് ഒരൊറ്റ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം കേട്ടോ. അപ്പൊ പറഞ്ഞു പോകുമ്പോൾ വളരെ ചുരുക്കി പറയാനും പറ്റുന്നില്ല. എപ്പോഴാണ് നിർത്തേണ്ടെന്നാൽ അഫ്സൽ പറഞ്ഞോളൂ. ചോറൊക്കെ കഴിക്കണ്ടേ? നമുക്ക് ഇവിടെ നിർത്തണോ? അതാ ഞാൻ ചോദിക്കുന്നേ. സർ നിർത്തണ്ട, നമുക്ക് മാക്സിമം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഓവർവ്യൂ കിട്ടും. സാറിന് പറ്റും. എനിക്ക് പ്രശ്നമില്ല. ഞാൻ എത്ര തവണയും എത്ര സമയം ഞാൻ എടുക്കും. എനിക്ക് കാരണം നമ്മള് വേറെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിലും നമുക്ക് പറ്റാത്ത കുറെ ഡാറ്റാസും കാര്യങ്ങളൊക്കെയാ കിട്ടുന്നത്. ഓക്കെ, ഇത് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഒന്നിലേക്കും ഡീപ്പായിട്ട് പോയിട്ടില്ല കേട്ടോ. ഓക്കെ, നമുക്കും ഇങ്ങനെയാണ് വേണ്ടത്. ഷോർട്ട് ടൈമില് ബാക്കിയുള്ളവരൊക്കെ എഗ്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. അതല്ലെങ്കിൽ ഞാൻ നിർത്താം. കാരണം നമ്മൾ മടുപ്പിക്കുന്ന പരിപാടി വേണ്ടല്ലോ. കണ്ടിന്യൂ ചെയ്തോളൂ സാറേ. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ അതില് ഞാൻ കുറച്ചിടത്തൊക്കെ സ്കിപ്പ് ചെയ്ത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് മടുക്കണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് കേട്ടോ. അതില് ഇനി ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയണ്ടല്ലോ. അടിസ്ഥാന സൗകര്യങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രാധാന്യം എന്താണ്, അതിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ്, അത് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്തായാലും വായിച്ചിരിക്കണം. കാരണം അത് ഒറ്റ ചുരുക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. റോഡുകളിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൽ നോക്കൂ, നമ്മൾ ഇപ്പൊ അതിൽ നമ്മളൊരു പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് സാഗർമാല പദ്ധതികൾ, അതുപോലെ തന്നെ നദീ സംയോജന പദ്ധതികൾ, അതുപോലെ തന്നെ കോറിഡോറുകൾ, പലതരത്തിലുള്ള കോറിഡോറുകൾ. നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കോറിഡോറുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇത് എവിടുന്നാണ് ഈ ചോദ്യം വരികയെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ പല സാമ്പത്തിക ഇടനാഴി കോറിഡോറുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇവിടുന്ന് ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോറിഡോർ പാലക്കാട് ത്രൂ അങ്ങോട്ട് പോയിട്ട് ചെന്നൈ അങ്ങനെയൊക്കെ അവിടെ പോകുന്നൊരു കോറിഡോർ നമ്മളെ കേരളം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മൈസൂർ ത്രൂ അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ. ഈ കോറിഡോറുകൾ ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. സാമ്പത്തിക ഇടനാഴികൾ എന്ന് പറയും. ആ സാമ്പത്തിക ഇടനാഴികൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പോർട്ടുകളുടെ വിഭാഗത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ സമയത്ത് വിഴിഞ്ഞത്തെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. വിഴിഞ്ഞത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കലുണ്ടാവില്ല. കേരളത്തിന്റെ ഒരു അഭിമാനാർഹമായ നേട്ടം. അതിൽ തന്നെ അതിന്റെ പ്രത്യേകത എന്താണ്, വിഴിഞ്ഞം എങ്ങനെയാണ് നമ്മുടെ വ്യാവസായിക വളർച്ചയെ സഹായിക്കുക, കേരളത്തിന്റെ വളർച്ചയെ എങ്ങനെ സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇറക്കുമതി കയറ്റുമതിയെ നമ്മൾ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, അതൊന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകത എന്താണ്? പിന്നെ അതിന്റെ പ്രത്യേകത എന്താ?
അതൊരു പ്രത്യേകത. അതിന്റെ ഏറ്റവും പ്രധാന കോസ്റ്റ് പ്രത്യേകത കട്ടിംഗ് ആണ് സാർ, റൂട്ട് കോസ്റ്റ് കട്ടിംഗ് ആണ്. അതുവഴി നമുക്ക് ഇപ്പൊ ശ്രീലങ്കേനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് വിഴിഞ്ഞത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കട്ടിംഗ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുവഴി അതല്ല നമുക്ക് അതല്ല 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 ഒന്നുകൂടി അറിയിച്ചാൽ കിട്ടും. വിഴിഞ്ഞം, ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പോർട്ടാണ്. ഏകദേശം 20 മീറ്ററോളം ആഴമുണ്ടായിരുന്നു നമുക്ക്. ഓക്കെ, അത് വളരെ കുറഞ്ഞ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏകദേശം 19ഓളം അങ്ങനെയുള്ള തുറമുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പോർട്ടും മാത്രമല്ല ഇന്റർനാഷണൽ സീ റൂട്ടിനോട് വളരെയധികം അടുത്തുമായിട്ടുള്ള ഒരു പോർട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അത് എന്നോ കാലത്ത് തുടങ്ങിയതാണ്, ഇപ്പൊ അത് പൂർത്തീകരിക്കാൻ പറ്റി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, 400 മീറ്ററിലധികം നീളമുള്ള കപ്പലുകൾ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പലതരത്തിലുള്ള കമ്പനികൾ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കപ്പൽ കമ്പനികളുണ്ട്. ആ കപ്പലുകളുടെ ഇതിവിടെ വന്നു. ഇന്ത്യയിലെ മൊത്തം ഓരോ മാസത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിൽ നമ്മളെ TMC എന്തോ ആണ് ഒരു ടെക്നിക്കൽ ടേം പറയുന്നത്, അതായത് 20 മില്യൺ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അതിന്റെ ഒരു, നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. കണ്ടെയ്നേഴ്സ് 20 ഫുട്ട് TFC ആണ് തോന്നുന്നു, 20 ഫുട്ട്, അത് 20 അടി നീളത്തിലുള്ള ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കണ്ടെയ്നറുകൾ നമ്മളുടെ ഈ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഇന്ത്യയിൽ കൈമാറ്റം ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള, കയറ്റിറക്കുമതി ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യയിലെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന, അത് പോർട്ട് പ്രവർത്തനം തുടങ്ങി 2ാം ഘട്ടം പോലും ആയിട്ടില്ല, എന്നിട്ട് അത് എന്ത് ചെയ്തു, വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് 1 ലക്ഷത്തിൽ അതിന്റെ അപ്പുറത്തേക്ക് പോയി എന്നുള്ളതൊക്കെ നമ്മുടെ കേരള എക്കണോമിനെ സംബന്ധിച്ചിട്ട്, ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് വളരെ വലിയ സംഭവമാണ്. ഇപ്പൊ വിഴിഞ്ഞത്തെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിന്റെ ഒരു പ്രവർത്തന വഴികൾ നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് നല്ലതാണെന്ന് പറഞ്ഞു പോകുന്നു. മറ്റൊന്ന്, അതിന്റെ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ്, അത് നിങ്ങൾ അവിടെയാണ് ഈ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ എത്ര കണ്ട് തൊഴിൽ കൊടുക്കും, അത് നമ്മളുടെ കേരള എക്കണോമിയിൽ, ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടാക്കുന്ന അനന്തര ഫലങ്ങൾ, അതാണ് സോഷ്യൽ ഇമ്പാക്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അതൊന്ന് കൃത്യമായിട്ട് വായിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ജനറൽ കോൺസെപ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഓവർ ടൈം, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഈ പോപ്പുലേഷൻ ഇപ്പൊ എവിടെ നിൽക്കുന്നു, നമ്മൾ 2ാമത്തെ ഘട്ടത്തിലാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അറിയാമല്ലോ എന്തുകൊണ്ടായിരിക്കും 2ാമത്തെ ഘട്ടത്തിൽ കടന്നു പോകുന്നത്. നമ്മൾ 2ാം ഘട്ടത്തിലാണ്. നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയും. ഒന്നാമത്തെ ഘട്ടത്തിന് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നു, 2ാമത്തെ ഘട്ടത്തിന് 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നു. പക്ഷെ അതിനൊരു പേരും കൂടി ഉണ്ട്. എന്തായിരിക്കും? ജനസംഖ്യ വിസ്ഫോടന ഘട്ടം. മൂന്നാമത്തെ ഘട്ടം തന്നെയാണ് വികസിത രാജ്യങ്ങളിൽ ഉള്ളതാണ്. ജനനനിരക്കും മരണനിരക്കും ഒരുപോലെ കുറഞ്ഞിരിക്കും. 1ാമത്തേൽ ജനനനിരക്കും മരണനിരക്കും ഏറ്റവും കൂടിയിരിക്കും. 2ാമത്തേതിൽ ജനനനിരക്ക് കൂടുതലും മരണനിരക്ക് കുറവായിരിക്കും. 3ാമത്തേതിൽ ജനനനിരക്കും കുറവായിരിക്കും, മരണനിരക്കും കുറവായിരിക്കും. ഓക്കെ, അതില് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഇപ്പൊ നേരിടാൻ പോകുന്ന മറ്റൊരു ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് പോകുന്ന നമ്മളുടെ വാർഡ് വിഭജനം ഉണ്ടല്ലോ, വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന സമയത്ത് നമ്മുടെ എം പിമാരുടെ എണ്ണമൊക്കെ കുറയുന്നു പറയുന്നത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാട് ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെ എന്താണ് ഉണ്ടാവുക? വടക്കൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എംപിമാരെ കൂടും, നമ്മുടെ എംപിമാരുടെ എണ്ണം കുറയും. അങ്ങനെയാണ് കേന്ദ്രം പറയുന്നു. പക്ഷെ അങ്ങനെയാണ് സംഭവിക്കാന്ന് ഇവിടെയും പറയുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ അത് നേടിയിട്ടുള്ള ജനനനിരക്കും മരണനിരക്കും ഒരുപോലെ കുറയ്ക്കാൻ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ എവിടെയാണുള്ളത്? സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. കേരള, തമിഴ്നാട്, കർണാടക, അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശ്, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ ജനനനിരക്കും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരണനിരക്ക് നമ്മൾ ഇന്ത്യയിൽ മൊത്തം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? മെഡിക്കൽ നമ്മളുടെ ഫെസിലിറ്റീസിന്റെ ചികിത്സാ സമ്പ്രദായങ്ങളുടെ വളർച്ച കൊണ്ട്. ഓക്കെ, പക്ഷെ അവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ മരണനിരക്ക് അതുപോലെ ഉണ്ടായില്ല. അപ്പൊ ജനങ്ങളുടെ എണ്ണം കൂടി കൊണ്ടുവന്നു. ഇപ്പൊ നമ്മള് ചൈനനെ മറികടന്നു, ഇല്ലേ? അപ്പൊ നമ്മൾ ജനസംഖ്യാ വിസ്ഫോടന കാലഘട്ടമാണ്. പക്ഷെ അവിടെ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം, എസ്സേയോ ഷോർട്ട് എസ്സേയോ ഒക്കെ വരികയാണെങ്കിൽ, ജനസംഖ്യ ഒരു ബേർഡനാണോ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജനസംഖ്യനെ നമ്മൾ ആദ്യം നെഗറ്റീവായിട്ടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ ബേർഡൻ ആയിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അവിടെ ഒരു ഇംപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് സാധാരണഗതിയിൽ വരിക.
സാറേ ധാരാളം യൂത്തുകളെ നമുക്ക് കിട്ടും. കാരണം ലോകത്തുള്ള ഏകദേശം 25 നമ്മുടെ ഈ ഇന്ത്യയിലത്തെ ജനസംഖ്യ എടുത്ത് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 30% യൂത്താണ് അല്ലെ. ആ യൂത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെ ഓക്കെ, ഞാൻ നിങ്ങളെ കൂടെ ഞാൻ യൂത്താണെന്ന് പറഞ്ഞുകൊണ്ട് ചേർന്നുകൊണ്ട് പറയാണ് കേട്ടോ. ജോലി ചെയ്യാൻ തയ്യാറായെന്ന് മാത്രമല്ല, അതായത് നമ്മളുടെ അതിൽ നമ്മൾ ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയും. ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള റേറ്റ് ഉണ്ട്. ആ റേറ്റിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആൾക്കാർ ആരായിരിക്കും? യുവജനങ്ങളായിരിക്കും. അത് മാത്രമാണോ? അല്ല. ഇപ്പൊ നമ്മൾക്കൊരു ഏറ്റവും പുതിയ സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് ആരാണ്? ഉപയോഗിക്കുന്ന ആരാണ്? ആവശ്യപ്പെടുന്ന ആരാണ്? യുവജനങ്ങളല്ലേ. അപ്പൊ വലിയൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിലേക്ക് അങ്ങനെയുള്ള മാർക്കറ്റ് ആയതുകൊണ്ടാണ് നമ്മളുടെ വീണ്ടും ഒരു ഇംപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. ടെസ്ലയൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നു, കാറുകൾ കൊണ്ടുവരുന്നു, ആപ്പിൾ ഐഫോണുകൾ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു, നമ്മളിവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ വാഹനങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ട് മറ്റു രാജ്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഈ യൂത്ത് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പോപ്പുലേഷൻ ഒരു ബേർഡനായിട്ട് നമ്മൾ കണക്കിലാക്കുന്നില്ല. അതിന് പകരം ആ പോപ്പുലേഷനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അനുഗുണമാക്കാൻ വേണ്ടിയിട്ടുള്ള പോളിസികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ പോപ്പുലേഷൻ പോളിസികൾ എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടുള്ള നയങ്ങളൊക്കെയാണ് പിന്നെ വരിക. ഓക്കെ, അതിൽ നമ്മളുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതികൾ, നമ്മുടെ എന്താ പറയാ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പദ്ധതികൾ, ഇതൊക്കെ ഈ പോപ്പുലേഷനെ ഏറ്റവും നല്ല പോപ്പുലേഷനാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ടല്ല, പകരം ഉള്ളതിനെ നമ്മൾക്ക് ഒരു അസറ്റ് ആക്കിയിട്ട് നമ്മളുടെ ഒരു റിസോഴ്സ് ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതിൽ ലിറ്ററസി റേറ്റ്, നമ്മളുടെ ഇപ്പോഴത്തെ ലിറ്ററസി റേറ്റ് എത്രയാണ്, നമ്മളുടെ സാക്ഷരതാ നിരക്ക് എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് എന്തൊക്കെയാണ്. അതിൽ ധാരാളം പദ്ധതികളുണ്ട്. മഹാത്മാഗാന്ധി അറിയാലോ, MGNRES ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ സൂചകങ്ങൾ. അതിൽ സാധാരണഗതിയിൽ ഫിസിക്കൽ ക്വാളിറ്റി PQLI നമ്മൾ പറയും, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് എന്ന് പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഈ PQLI ആണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെങ്കിലും അതിന് മൂന്ന് ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലൈഫ് എക്സ്പെക്ടൻസി, ലിറ്ററസി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനത്തെ കുറച്ച് ഘടകങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് PQLI ആണെങ്കിലും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെങ്കിലും അതിന് ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇന്ത്യയിൽ എത്രയാണ്, കേരളത്തിൽ എത്രയാണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ശിശുമരണ നിരക്ക്. ഓക്കെ, കേരളത്തിൽ എത്രയാണ്, ഇന്ത്യയിൽ എത്രയാണ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ചുള്ള നയങ്ങൾ എന്തൊക്കെയാണ്? അത് കുറയ്ക്കാണ് വേണ്ടത്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാണ് വേണ്ടത്. ലിറ്ററസി റേറ്റ്, ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതലുള്ളത്, ഇന്ത്യയിലെ മൊത്തം സ്ഥിതി എന്താണ്, അത് ലിറ്ററസി മിഷൻസ്, നമ്മൾ സാക്ഷരതാ മിഷൻ എന്തൊക്കെ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രേരകന്മാരെ നമ്മൾ നിയോഗിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതാക്കിയെടുക്കുക. അതുപോലെ തന്നെ കേരളത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയ ജില്ലയിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും ആദ്യം സാക്ഷരത നേടിയുള്ള ജില്ല ഏതാണ്, അവിടെ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും ഇതേപോലെ സൂചകങ്ങളുണ്ട്. ആ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രകാരം HDIയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്, ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്. അതുപോലെ തന്നെ ലേബറിന്റെ കാര്യത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. ലേബറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ, നമ്മളിപ്പോ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ്, അതിനൊക്കെ ഞാൻ രാഷ്ട്രീയ ഒരു സംഭവമായിട്ട് പറയല്ല. പകരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുള്ളത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അതിൽ മുന്നിൽ നിൽക്കുന്നതാണ്, പിന്നിൽ നിൽക്കുന്ന ഏതാണെന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊന്നാണ് നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ്. നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇപ്പൊ ഇന്ത്യയുടെ സ്ഥിതി എന്താണ്, അത് ആദ്യം എത്രയായിരുന്നു, അതിന്റെ പൊസിഷനിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ ജെൻഡർ ഡെവലപ്മെന്റൽ ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ഇങ്ങനെ കുറെ സൂചകങ്ങളുണ്ട്. ഈ സൂചകങ്ങളൊക്കെ നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന സൂചകങ്ങളാണ്. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പോലെ അതിന് മാത്രം നിങ്ങൾക്ക് ചിലപ്പം എന്തുണ്ടാവാം, എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് നോക്കേണ്ടി വരും. മാക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സും ഒക്കെ നിങ്ങളൊന്ന് നോക്കേണ്ടി
നോക്കേണ്ടി വരും. അതിനുവേണ്ടി മാത്രം കേട്ടോ, അല്ലാതെ ഒരു വലിയ സംഭവം അവിടെ വരുന്നില്ല. ഫിസിക്കൽ ക്വാളിറ്റി ഇൻഡെക്സ് എന്താണ്, അത് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്താണ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്താണ്, ഇതൊക്കെ ഇന്ത്യൻ എക്കണോമി പുസ്തകത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഒന്നും കൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മലയാളത്തിലുള്ള എക്കണോമിക്സ് ടെക്സ്റ്റുകൾ എടുത്ത് വായിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഇനി ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ്, അതിന്റെ മലയാളം പറയുന്നത് പൊതു ധനകാര്യം എന്നുള്ളതാണ് അതിൽ സംഭവം വരിക. ഗവൺമെന്റ് ബജറ്റ്, ആ ഗവൺമെന്റ് ബജറ്റിനെ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു, എന്തൊക്കെ തരത്തിലുള്ള ബജറ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ഒരു ബജറ്റിനെ, സാധാരണ നമ്മൾ പറയുന്ന ബജറ്റിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വരവ് കൂടിയ ബജറ്റ് ഉണ്ട്, ചെലവ് കുറഞ്ഞ ബജറ്റ് ഉണ്ട്, വരവും ചെലവും ബാലൻസ്ഡ് ബജറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വരവ് കുറവും ചെലവ് കൂടിയ ബജറ്റുകളുണ്ട്. ഓക്കെ, എന്താ പറയാ, ഡെഫിസിറ്റ് ബജറ്റ്, ബാലൻസ്ഡ് ബജറ്റ്, അതുപോലെ തന്നെ മറ്റൊരു ടേമും കൂടി ഉണ്ട് കേട്ടോ. അതില് സർപ്ലസ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരവ് കൂടുതൽ ചെലവ് കുറവ്. ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവും തുല്യം ചെലവും തുല്യം. ഓക്കെ, മറ്റൊന്നെന്ന് പറഞ്ഞാല് ചെലവ് കൂടുതലും, ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിസിറ്റ് കമ്മി ബജറ്റ്, ചെലവ് കൂടുതലും വരവ് കുറവുമായിട്ടുള്ള ബജറ്റുകൾ. ഇതിൽ നമ്മൾ ഏത് ബജറ്റാണ് നമ്മുടെ വികസിത രാജ്യങ്ങൾക്ക് വേണ്ടത്, വികസ്വര രാജ്യങ്ങൾക്ക് വികസ്വര രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് എക്കണോമീസിന് വേണ്ടത്, ഇന്ത്യ ഏത് തരത്തിലുള്ള ബജറ്റാണ് സ്വീകരിക്കുന്നത്? നമ്മളിപ്പോ സ്വീകരിക്കുന്നത് ഡെഫിസിറ്റ് ബജറ്റാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ചെലവ് കൂടുതലും വരവ് കുറവായിരിക്കും. അത് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്. അവസാനം വികസിച്ച് വന്നിട്ട് നമ്മൾ പൊതുവെ ബാലൻസ്ഡ് ബജറ്റിലേക്ക് പോകും, പിന്നെ സർപ്ലസ് ബജറ്റിലേക്ക് പോകും. പക്ഷെ സർപ്ലസ് ബജറ്റുകളിലെ രാജ്യങ്ങൾ വളരെ കുറവാണ്. ഒരുവിധ എല്ലാ രാജ്യങ്ങളും, വികസിത രാജ്യങ്ങളാണെങ്കിൽ പോലും ഡെഫിസിറ്റ് ബജറ്റുകൾക്ക് തന്നെയാണ് പോവുക. ഇന്ത്യ അനുവർത്തിക്കുന്ന ഡെഫിസിറ്റ് ബജറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക, ബാലൻസ്ഡ് ബജറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. സംഗതി അതിന്റെ ഒരു ടേം മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായോ? സാർ മനസ്സിലായി. ഓക്കെ. ഞാനിങ്ങനെ പെട്ടെന്ന് സ്പീഡാക്കിയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് പൊതുവെ നമ്മളിപ്പോ പോപ്പുലേഷൻ നമുക്കൊരു ബൂണാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാം യൂത്ത് പോപ്പുലേഷൻ ആണ്, യൂത്ത്ഫുൾ പോപ്പുലേഷൻ. പക്ഷെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഏജിങ് പോപ്പുലേഷൻ അല്ലേ? അപ്പൊ അതെങ്ങനെ നമുക്ക് അത് ചൈന പോലുള്ള രാജ്യങ്ങളും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കുറവാണ്. അത് ഏകദേശം 1 താഴെയാണ് നമ്മുടെ കേരളത്തിന്റെ തോന്നുന്നു കേട്ടോ. 1 താഴെയാണ് നമ്മുടെ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൂടി ഉണ്ട്. ഇന്ത്യയിൽ മൊത്തം നോക്കുന്ന സമയത്ത് 1900 സംതിങ് ആണ്, 949 എങ്ങാനുമാണ് സ്ത്രീകളുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്, പോപ്പുലേഷൻ റേഷ്യോ എന്ന് തന്നെ പറയുന്നത്. പുരുഷന്മാരാണ് ഇന്ത്യയിൽ കൂടുതൽ. കേരളത്തിൽ മാത്രമാണ്, കേരളത്തിലും വേറെ ഏതൊരു സംസ്ഥാനത്തുണ്ട് തോന്നുന്നു, നമ്മൾ 1049 അങ്ങനെ സംതിങ് ആണ് നമ്മളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതുകൂടി നമ്മൾ നോക്കണം. സംഭവം എന്താ വെച്ചാൽ നമ്മളുടെ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് നമ്മൾക്കുള്ളത്. പോപ്പുലേഷൻ കൂടുന്നുണ്ട്, പക്ഷെ എന്തല്ല, അത് ഇൻക്രീസിംഗ് റേറ്റിലല്ല, ഡിക്രീസിംഗ് റേറ്റിലാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായോ? കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കൂടുന്നുണ്ട്. ഇപ്പൊ 100 ആളുണ്ട്. ഓക്കെ, ഈ വർഷം 20 ആള് കൂടി കഴിഞ്ഞാൽ 120 ആളായി. പക്ഷെ അടുത്ത വർഷം കൂടുന്ന 20 ആളല്ല, പകരം എന്താണ്, 18 ആളായിരിക്കും. മനസ്സിലായില്ലേ? അടുത്ത വർഷം എന്ത് വേണം? ഒരു 25 ആൾ കൂടേണ്ടതായിരുന്നു. പക്ഷെ കൂടിയത് എത്രയാണ്? 18 ആളാണ് കൂടിയത്. പക്ഷെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടോ? ഗ്രോത്ത് ഉണ്ട്, പക്ഷെ അത് കുറഞ്ഞ് വരുന്ന രീതിയിലാണ് കേരളത്തിലൊക്കെ. അതൊരു പ്രശ്നമാണ്. അത് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളോട് ചോദിച്ചേക്കാം. ഇനി ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, ഇന്ത്യയുടെ നികുതി സമ്പ്രദായങ്ങൾ, അതിനെക്കുറിച്ചിട്ടും ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പലതരത്തിലുള്ള ടാക്സ് സിസ്റ്റങ്ങളുണ്ട്. പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം ഉണ്ട്, റിഗ്രസീവ് ടാക്സ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ, പ്രൊപ്പോർഷനേറ്റ് ടാക്സ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, പ്രോഗ്രസീവ് ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാല് നമ്മുടെ വരുമാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും തോറും അതിനനുസരിച്ച് നികുതി കൂട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, മറ്റൊന്നാണ് റിഗ്രസീവ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ വരുമാനം വരുമാനം ഇങ്ങനെ കൂടും, പക്ഷെ അവരിൽ നിന്ന് ഈടാക്കുന്ന നികുതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവർ കൊടുക്കേണ്ട നികുതി വലുതായിരിക്കും കേട്ടോ. അവരുടെ വരുമാനം അത്ര കണ്ട് നികുതി വരുമാനമായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൊടുക്കുന്ന വരുമാനത്തെക്കാൾ, നികുതി എന്ന് പറയുന്നത് നമ്മളൊക്കെ കൊടുക്കുന്ന നികുതിനേക്കാളും വലുതായിരിക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ട്.
മറ്റൊന്നാണ് പ്രൊപ്പോർഷനേറ്റ്. നമ്മുടെ വരുമാനം എത്രയാണോ അതിനനുസരിച്ച് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വരുമാനം ഇപ്പോൾ ഇതാണോ അതിനനുസരിച്ച്. അങ്ങനെ പലതരത്തിലുള്ള ടാക്സ് സിസ്റ്റംസ് ഉണ്ട്, നികുതി സമ്പ്രദായങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കണം. ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മൂലധന ചെലവഴിക്കൽ, റവന്യൂ ചെലവഴിക്കൽ, അങ്ങനെ പലതായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറ്റാവുന്ന രീതിയിലൊക്കെ പറഞ്ഞുതരാം. പിന്നെ പൊതുകടം ത്തിന്റെ ഒരു സ്വഭാവം, അത് എന്തിനു വേണ്ടി എടുക്കുന്നു, അവിടെ ഇംപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പൊതുകടം എന്തിനു വേണ്ടി എടുക്കുന്നു, അത് എക്കണോമിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ സബ്സിഡി ഇന്ത്യൻ എക്കണോമിക്ക് ഗുണമാണോ ദോഷമാണോ? നമ്മളെല്ലാവരും ഗ്യാസിന്റെയും പച്ചക്കറിന്റെയും വളത്തിന്റെ ഒക്കെ മേലെ നമ്മളെ സബ്സിഡി നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പല ഫീസ് കാര്യങ്ങളിൽ നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്, താമസ സൗകര്യങ്ങൾ നമുക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട്. ഈ സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സബ്സിഡി ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ കേരള എക്കണോമിയിൽ ഉണ്ടാക്കുന്ന നല്ല ഫലങ്ങൾ എന്താണ്, ദൂഷ്യഫലങ്ങൾ എന്താണ്, വിദൂര കാലയളവിൽ സബ്സിഡി ഗുണകരമാണോ ദോഷകരമാണോ, ഇങ്ങനെയുള്ള ഒരു അനാലിസിസ് നിങ്ങളോട് ചോദ്യമായിട്ട് വന്നേക്കാം. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ്, അതിന്റെ ഇത് കൊടുക്കുന്ന സമ്പ്രദായം, വരുമാനം വിഭജിക്കുന്ന രീതി എങ്ങനെയാണ്. ആ വരുമാനം വിഭജിക്കുന്ന രീതി വരുന്ന സമയത്ത് നമുക്ക് GSTന്റെ ഇപ്പൊ ഒരു അടുത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾ 5 കൊല്ലം വരെ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വന്നിരുന്നു. അതിനുശേഷം കിട്ടാത്തൊരവസ്ഥയിൽ അത് മറ്റ് സംസ്ഥാനങ്ങൾ എങ്ങനെ ബാധിച്ചു, ആ രീതിയിലൊക്കെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ റീസെന്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇഷ്യൂസ് ആൻഡ് ദെയർ ഇമ്പാക്ട്. അതിലിപ്പോ നമ്മൾ അത് റീസെന്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ്, അത് RBI സ്വീകരിക്കുന്ന നയങ്ങളാണ്, ധനപരമായ നയങ്ങളാണ്. നമ്മുടെ എന്തുവാ പറയാ, ഈ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് പണത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, പണത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാരുടെ കയ്യിലുള്ള പണത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI സ്വീകരിക്കുന്ന നയങ്ങളെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുക, ഫിസിക്കൽ പോളിസി എന്ന് പറയും. ധനനയങ്ങളെന്നും പണനയങ്ങളെന്നും പറയാം. ഓക്കെ, ആ ധനനയങ്ങളും പണനയങ്ങളും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പഠിക്കാനുണ്ട്, CRR പഠിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും എക്കണോമിക്സ് അല്ല, അതിൽ ഈ എക്കണോമിയെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ എത്രയാണ്, SLR റേറ്റ് എത്രയാണ്, ക്യാഷ് റിസർവ് റേഷ്യോ എത്രയാണ്, കറൻസി ഡെപ്പോസിറ്റ് CDR എത്രയാണ്, അതൊക്കെ നിങ്ങൾ നോക്കണം. ഒരു എക്കണോമിയിൽ SLR കൂട്ടുന്ന സമയത്ത് എക്കണോമിയിൽ പൈസ കൂടുകയോ കുറയോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റിസർവ് ബാങ്ക് സ്വീകരിച്ചിട്ടുള്ള പണനയങ്ങൾ എന്തൊക്കെയാണ്, ഫിസിക്കൽ പോളിസീസ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതൊക്കെ നമുക്ക് ഈ ന്യൂസ് പേപ്പറിലൂടെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അതിന് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ്, GST മൊത്തം മാറ്റിയത്, അതിന്റെ ഇമ്പാക്ട്സ് കേരള എക്കണോമിയിൽ ഇന്ത്യൻ എക്കണോമിയിൽ നമുക്ക് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ സെയിൽസ് ടാക്സ് എന്നൊക്കെ മാറ്റിയിട്ട്, ആ ടാക്സ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ 2 തരത്തിലുള്ള ടാക്സ് സിസ്റ്റം ഉണ്ട് പ്രധാനമായിട്ടും, ഡയറക്റ്റ് ടാക്സ് സിസ്റ്റവും ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. അതിൽ പ്രത്യക്ഷ നികുതി വരുമാനം ഇപ്പൊ ഏകദേശം 21 ലക്ഷം കൂടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മിനിഞ്ഞാൻ എങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയില്. പ്രത്യക്ഷ നികുതി വരുമാനം 21 ലക്ഷത്തിന്റെ അപ്പുറത്ത് കൂടി. അതുപോലെ തന്നെ GSTയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഈ GSTന്റെ പ്രത്യേകത എന്താണ്, അത് എവിടെയാണ് വിൽക്കുന്ന സ്ഥലത്താണോ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്താണോ ടാക്സ് കൂടുതൽ ലഭിക്കുക. അതുപോലെ തന്നെ ആ GSTന്റെ ഒരു ഘടനയുണ്ട്, IGST, CGST, SGST. അതായത് സെൻട്രൽ GST, സ്റ്റേറ്റ് GST, അതുപോലെ തന്നെ ഇന്റഗ്രൽ GST എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഘടനയുണ്ട്. അതുപോലെ തന്നെ അതിൽ എങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്, വരുമാനം എങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത്, GST ചുമത്തപ്പെട്ട വസ്തുക്കൾ ഏതൊക്കെയാണ്, GST ചുമത്തപ്പെടാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്, കോഴിമുട്ടയ്ക്ക് എത്രയുണ്ട്, അഗ്രികൾച്ചർ വസ്തുക്കൾക്ക് എത്രയുണ്ട് എന്നൊക്കെയുള്ള നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്, ചിലതൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡിന് എത്രയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അതൊക്കെ നമുക്ക് വായിച്ചു നോക്കിയിട്ട് സാധാരണ ജനറൽ നോളജ് മാത്രമാണ് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഷെയർ മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതൊന്നും ജസ്റ്റ് വായിച്ചു നോക്കുക. ഫോറിൻ ട്രേഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ ഇൻ പോസ്റ്റ് റിഫോംസ്
പീരീഡ്. ആദ്യം നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചവടം നടക്കുന്ന സമയത്ത്, ഒരു രാജ്യവും മറ്റു രാജ്യവും തമ്മിൽ കച്ചവടങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ വാങ്ങുന്നതിൽ നിന്നും വിൽക്കുന്നതിൽ നിന്നും, അങ്ങോട്ട് കൊടുക്കുന്നതിൽ നിന്നും ഇങ്ങോട്ട് കൊടുക്കുന്നതിൽ നിന്നും കിട്ടുന്ന സേവനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ, ആകത്തുക ഉണ്ടാവുമല്ലോ. അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാ. ചരിത്രത്തിൽ ഒരു തവണയാണ് ഇന്ത്യക്ക് അത് അനുഗുണമായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഒറ്റ തവണ എങ്ങനെയാണ് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നു, നിങ്ങൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചാണ് പറയണമെങ്കിൽ എനിക്ക് നഷ്ടമാണോ എനിക്ക് ലാഭമാണോ ആ കച്ചവടത്തിലൂടെ ഉണ്ടായത്, അതിന്റെ ഒരു ആകത്തുക ഉണ്ടാവില്ലേ. അത് നഷ്ടമാകാൻ അങ്ങോട്ട് കൊടുത്തായിരിക്കാം കൂടുതൽ, ഇങ്ങോട്ട് വാങ്ങിയതായിരിക്കാം കൂടുതൽ, വളരെ എന്തു തന്നെ ആയിക്കോട്ടെ, അതിനെ പറയുന്ന പേരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ സർവീസ് ഉൾപ്പെടും, സർവീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടും, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ ഉൾപ്പെടും. ഇതെല്ലാം കൂടിയിട്ടുള്ള, പിന്നെ ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ട്, സാധനങ്ങളുടെ മാത്രം ഒരു എന്താ പറയാ മിച്ചത്തിനെ കുറിച്ചിട്ട് പറയുന്ന ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ട്. അത് നമ്മുടെ സിസ്റ്റത്തിൽ എന്താണ്, നമ്മൾക്ക് മുൻപെന്തായിരുന്നു, ഇപ്പൊ എന്തായിരുന്നു, ഏതെങ്കിലും സമയത്ത് നമ്മൾക്കത് അനുഗുണമായിട്ട് വന്നിട്ടുണ്ടോ, ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ടോ, അങ്ങനെ കുറെ സംഭവങ്ങൾ അതിലുണ്ട്. ഇത്രയാണ്. പിന്നെ അടുത്ത് നമ്മൾ കേരള എക്കണോമിയിലേക്ക് വന്നു. സ്റ്റേറ്റ് ആൻഡ് ഓവർവ്യൂ, പോപ്പുലേഷൻ, കേരളത്തിന്റെ പോപ്പുലേഷന്റെ ഘടന എന്താണ്, ഏറ്റവും കൂടുതൽ അതിന്റെ ജെൻഡർ നേച്ചർ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മളുടെ മേജർ അഗ്രികൾച്ചർ, കൃഷി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃഷി രീതികൾ, വ്യവസായങ്ങൾ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്, അതില് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു വ്യാവസായിക നയം എന്താണ്, നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മേജർ ഡെവലപ്മെന്റൽ പ്രൊജക്ടുകളെ നമ്മൾ സെക്ടർ വൈസ് ആയിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ നെറ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പൊ നോക്കുന്ന സമയത്ത് ധാരാളം സെക്ടറുകൾ, ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, കാർഷിക മേഖലയിൽ, ടൂറിസം മേഖലയിൽ, IT മേഖലയിൽ ധാരാളം തരത്തിലുള്ള പ്രൊജക്ടുകൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വിഴിഞ്ഞം പ്രൊജക്ട്, സപ്ലിമെന്ററി ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, കൊച്ചി മെട്രോ, സിൽവർ ലൈന്, മോണോ അല്ലെങ്കിൽ ലൈറ്റ് മെട്രോ, എയർ കേരള, അതുപോലെ തന്നെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, IT മേഖലയിൽ, ഇങ്ങനെ കുറെ പ്രൊജക്ടുകൾ, സേഫ് കൊല്ലം, സാഫല്യം ഹൗസിംഗ്, ധാരാളം പ്രൊജക്ടുകൾ കേരളം കൊണ്ടുവന്നിട്ടുണ്ട്. ആ മേജർ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്, മേജർ ഡെവലപ്മെന്റൽ പ്രൊജക്ടുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് എടുത്ത് നോക്കുന്നതായിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഇനി അടുത്തത് അതിൽ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് എന്തൊക്കെയാണ്, നമ്മൾ പ്രധാനപ്പെട്ട പ്രോഗ്രാംസും സ്കീംസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മളെ ജനറൽ നോളജ് ആണ്. കോപ്പറേറ്റീവ് സെക്ടർ, കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് കേരളത്തിന്റെ എക്കണോമിയിൽ നൽകിയുള്ള പ്രധാനപ്പെട്ട സംഭാവനകൾ എന്താണ്, ഇത്രയും നമുക്ക് നോക്കണം. ഹിസ്റ്ററി ആൻഡ് റെലവന്റ് പോളിസീസ് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളം കൈക്കൊള്ളുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടാക്കില്ല, കലം, അതുപോലെ തന്നെ മരം വ്യവസായങ്ങൾ, കരകൗശല വ്യവസായങ്ങൾ, അതിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ്, IT സെക്ടർ എന്താണ്. IT സെക്ടറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ IT മേഖലയിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, കേരളത്തിൽ ധാരാളം ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, ഫുഡ് പാർക്കുകൾ, അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മൾ മേജർ ഡെവലപ്മെന്റൽ പ്രൊജക്ട്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കിൻഫ്ര പോലുള്ള സ്ഥാപനങ്ങൾ, ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ്, അതിൽ കേരള എക്കണോമിനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. കേരള എക്കണോമിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് മറ്റ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണെന്ന് അറിയാം. അതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇനി ലാസ്റ്റിലേക്ക് വരുന്നു കേരള മോഡൽ ഡെവലപ്മെന്റ്. അതിൽ വീണ്ടും പറയുന്നു ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ടെനൻസി റിഫോംസ് ഉണ്ട്, പല കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ് ലാൻഡ് റിഫോംസ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ സ്പീഡാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടി മാത്രം പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ. അതില് കേരളത്തിലെ ലാൻഡ് റിഫോംസ് ഏറ്റവും 1969 കേരള ലാൻഡ് റിഫോം ആക്ട്, നിങ്ങൾക്കറിയാം. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയില്? ആരായിരുന്നു പറയാൻ പറ്റുമോ? EMS നമ്പൂതിരിപ്പാട്. ആ EMS നമ്പൂതിരിപ്പാടിനെ 365 അങ്ങനെ ഏതൊരു വകുപ്പ് പിരിച്ചുവിടണ്ടായി. ഫസ്റ്റിൽ തന്നെ അതിന്റെ ഒരു ഇൻഫാൻസി സ്റ്റേജിൽ തന്നെ പിരിച്ചുവിടണ്ടായി. എന്തായിരുന്നു കാരണം എന്നറിയാമോ? വിമോചന സമരം. അന്ന് കൊണ്ടുവന്നിട്ടുള്ള ധാരാളം പരിഷ്കരണങ്ങൾ ജനങ്ങൾക്കിടയിൽ, അന്നത്തെ ധാരാളം ഫ്യൂഡലിസ്റ്റ് മനോഭാവമുള്ള ആൾക്കാരുടെ ഇടയിൽ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും അവരുടെ ഇതിന്റെ ഭാഗമായിട്ട് അതിനെ ഇതാക്കുക ചെയ്ത്. ഓക്കെ, അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു ലാൻഡ് റിഫോംസ്, ഒരു പോളിസി ആയിരുന്നു ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. പക്ഷെ അത് നടപ്പിലാക്കേണ്ടി വന്നത്
പ്പെട്ടത് 1969 കേരള ലാൻഡ് റിഫോംസ് ആക്ട് വന്നിട്ടുള്ളത്. ആ ലാൻഡ് റിഫോംസ് ആക്ട് പ്രധാനമായിട്ടും വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം. അത് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, മറ്റ് ഇന്ത്യൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ ഒന്ന് വളരെ ചുരുക്കിയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ വൻപിച്ച വായന വായിക്കണം, പക്ഷെ കുറഞ്ഞ രീതിയിൽ എഴുതാൻ പഠിക്കണം. ഓക്കെ, അതാണ് KS ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്റെ മനസ്സിൽ ധാരാളം ആശയമുണ്ട്, വൻ എഴുത്തുകളൊക്കെ എഴുതാൻ പോയി തയ്യാറായിരിക്കും, പക്ഷെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് എഴുതി വരുന്ന സമയത്തായിരിക്കും അയ്യോ അടുത്ത വരി കഴിഞ്ഞു പോയില്ലോ എന്ന് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് പോയിന്റ് വൈസ് എഴുതാൻ പറ്റണം. അതിൽ എന്തായിരുന്നു ലാൻഡ് റിഫോംസിന്റെ ഉദ്ദേശങ്ങൾ? അബോളിഷൻ ഓഫ് ഫ്യൂഡലിസം ആണ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ആണ്, അതുപോലെ തന്നെ ടെനൻസി റൈറ്റ്സ് ആണ്, ഹോം സ്റ്റെഡ്, കുടികിടപ്പ്. നമ്മളെ കുടികിടപ്പ് അവകാശത്തെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മുടെ ടെനൻസ് അവിടെ ഇത്ര കാലം ഉണ്ടായിരുന്ന കർഷകന്മാർക്ക് എന്ത് ചെയ്തു? കുടികിടപ്പ് അവകാശം കൊടുത്ത സംസ്ഥാനം. അതുപോലെ തന്നെ ലാൻഡ് സീലിംഗ്, ലാൻഡിന് പരിധി വെച്ച്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ വളരെ ചുരുക്ക രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം 1969. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് കേരള മോഡൽ ഡെവലപ്മെന്റ്, സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾക്കറിയാം നമ്മളെ പേഴ്സണൽ പെർ ക്യാപിറ്റ ഇൻകത്തെ കുറിച്ചിട്ട് നമ്മൾ വായിച്ചിരിക്കണം. ഇന്ത്യൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? 65% അധിക മടങ്ങാണ് മറ്റ്. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതിവിവരങ്ങൾ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് തോന്നിയത് പറയാം, കേരളത്തെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം കിട്ടാനില്ല. എനിക്ക് 10 രൂപയൊന്നും കൂടുതൽ ശമ്പളമൊന്നും സർക്കാർ തരില്ല. ഇത് ഫാക്റ്റ് ആണ്. ഏകദേശം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് 65%, 65 മടങ്ങാണ് എന്തെന്ന് പറയുന്നത് കേരളത്തിന്റെ പെർ ക്യാപിറ്റ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അതിലേക്ക് നയിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് എന്തൊക്കെയാണ് അതിലേക്ക് നയിച്ചിട്ടുള്ളത്? നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി ഈ ഒരു സിസ്റ്റത്തിലേക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ലിറ്ററസി റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ, അങ്ങനെയുള്ള പരിപാടികൾ, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇന്ത്യയിൽ ഏറ്റവും ശിശു മരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം, അതുപോലെ തന്നെ അതിദാരിദ്ര്യ സർവേ ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള സംസ്ഥാനം, ഏകദേശം 0.05%. കണക്കുകൾ നിങ്ങൾ നോക്കണം കേട്ടോ, ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക, പൊട്ടത്തെറ്റൊക്കെ പറഞ്ഞെന്ന് പറയുന്നത്. പക്ഷെ 0.05 ആണ് തോന്നുന്നു. ആ റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. 0.05 ആണോ 0.1 ആണോ എന്ന് അറിയില്ല. ഇപ്പോഴത്തെ SDG റാങ്കിങ്ങിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസിയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ, എന്താ പറയാ, നമ്മളെ ലൈഫ് എക്സ്പെക്ടൻസി എന്താ പറയാ, ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം. അതുപോലെ തന്നെ ലോ ബർത്ത് റേറ്റ്, ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അതാണ് ഭയങ്കര പ്രശ്നം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന. നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ ലോ ബർത്ത് റേറ്റുള്ള സംസ്ഥാനം, അത് ഒരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. ആ അച്ചീവ്മെന്റിന് നമ്മൾ കൊടുക്കുന്ന അതൊരു നിങ്ങളോട് ഒരു ഇംപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചേക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ജനസംഖ്യ കുറഞ്ഞത് കൊണ്ടും അതുപോലെ തന്നെ ഹെൽത്തിലും ഇതിലൊക്കെ ഉണ്ടായത് കൊണ്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിന് ഫിനാൻഷ്യൽ റിലേഷൻ ഉണ്ടല്ലോ, നമ്മൾക്ക് കിട്ടുന്ന വിഹിതങ്ങളിൽ ആ ഒരു സംഭവങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചെടുക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ബീഹാറിനൊക്കെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നു, കേരളത്തിന് സാമ്പത്തിക സഹായം കുറച്ച് കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്ത നേട്ടങ്ങളുണ്ടല്ലോ, ആ അച്ചീവ് ചെയ്ത നേട്ടങ്ങൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് ഉയർന്നതാണെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്ക് കിട്ടുന്ന ഫിനാൻസിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാവാം. അത് നിങ്ങൾ കേരള എക്കണോമിക് റിവ്യൂ എടുത്ത് വായിച്ച് നോക്കുക. അതൊക്കെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ആക്ട്, നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പ്രൈമറി PHSCs, അതുപോലെ തന്നെ CHSCs, അതുപോലെ തന്നെ നമ്മളൊരു ഹെൽത്ത് സിസ്റ്റം ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണ്? നമ്മളുടെ ബെഡിനെ അടിസ്ഥാനമാക്കിയിട്ടും അതുപോലെ തന്നെ ഓപ്പറേഷൻ സൗകര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെയുള്ള നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഹെൽത്ത് ഇൻഡെക്സിൽ നമ്പർ 1 ആണ് എപ്പോഴും കേരളം എന്ന് പറയുന്നത്. നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ ഉണ്ടല്ലോ, NHM-ന്റെ സൂചനകൾ പ്രകാരം ഹെൽത്ത് സൂചകങ്ങളിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹൗസിങ്ങിന് വേണ്ടിയിട്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഡെവല്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്, അത് നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലേക്ക് അധികാര വിഭജനം നടക്കുന്ന ഏറ്റവും നല്ല സംസ്ഥാനമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പറയാൻ പറ്റും, അതിന് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് LSGs കേട്ടില്ലേ, അവിടേക്ക് നമ്മൾ LSGs എന്ന് പറഞ്ഞാൽ ശരിക്കും സർക്കാരിന്റെ പോലെ തന്നെ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഭരണഘടനയുള്ള ഒരു സമ്പ്രദായമാണ് LSGs എന്ന് പറയുന്നത്. അവർക്ക് സ്വന്തമായ വരുമാനം എടുക്കാൻ പറ്റും, പിരിക്കാൻ പറ്റും, അത് ചെലവഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ ഒരു
താഴെത്തട്ടിലെ അധികാരം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചെടുത്തല്ല, പകരം എന്ത് ചെയ്യുന്നു, ജനകീയ തലത്തിലേക്ക് കൈമാറ്റം ചെയ്യുന്ന കേരള ഒരു മോഡലാണ് എന്ന് പറയാം. അത് അതിനെ പറ്റിയിട്ടൊന്ന് വായിച്ചെടുക്കുക. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റിനെ കുറിച്ചിട്ട് ധാരാളം സംഭവങ്ങളുണ്ട്. നമ്മളുടെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ അതിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കാൻ പറ്റും. ഒരു കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. അതിലെ സോഷ്യൽ സെക്യൂരിറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറും എന്നും, ഒന്ന് സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നും. രണ്ട് തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഇതാണ് നമ്മുടെ കേരളത്തിലുള്ളത്. എന്തൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറും മറ്റൊന്ന് സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഒരു സ്ഥാപനങ്ങൾ വഴിയുള്ളത്, അതായത് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ഉണ്ടാവില്ലേ, വളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ സോഷ്യൽ ഡിപ്പാർട്ട്മെന്റുകൾ, അവരൊക്കെ ഇങ്ങനെ സഹായിക്കുമല്ലോ. ഇപ്പൊ തണൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഓരോ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള സോഷ്യൽ കെയറുകളുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറുകൾ. ഒരു സ്ഥാപനങ്ങൾ, അത് NGOs ആവാം, നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ആകാം, വളണ്ടറി ഓർഗനൈസേഷൻസ് ആവാം. അതിലൂടെ കിട്ടുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ പല സ്ഥലങ്ങളിലും സന്നദ്ധ സംഘടനകളൊക്കെ കൊടുക്കുന്ന ഫുഡ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇല്ലേ, നമ്മുടെ എന്താ പറയാ, സോഷ്യൽ കിച്ചൺസ് ഒക്കെ, അതൊക്കെ അതിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പരിപാടികൾ നിങ്ങൾക്കൊന്ന് വായിച്ചിരിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാംസ്. സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രോഗ്രാംസ്. അതിൽ പെൻഷൻസ്, വയോമിത്രം, ഏജ് ഫണ്ടിൽ പഞ്ചായത്ത്, വയോ അമൃതം, അതുപോലെ തന്നെ ആശ്വാസകിരണം, സ്നേഹസ്പർശം, നിർഭയ, ജെൻഡർ പാർക്ക്. പ്രത്യേകിച്ചും നമ്മുടെ ജെൻഡർ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഏറ്റവും ഒരു സംഭവങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ പാർക്ക് കോഴിക്കോടുള്ള, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചിരിക്കുക. സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാംസിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറിനെ കുറിച്ചും സോഷ്യൽ സെക്യൂരിറ്റി ഇതിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഡെവല്യൂഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, അത് ഡെവല്യൂഷൻ ഓഫ് പവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അധികാര വികേന്ദ്രീകരണം. അതുപോലെ തന്നെ ഹൗസിംഗ് അതുപോലെ തന്നെ ഹൗസിംഗ് നമ്മുടെ ലൈഫ് മിഷൻ, നവകേരള കർമ്മ പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ ഫ്ലഡിനെ തുടർന്നതിന് ശേഷം നമുക്ക് സർക്കാർ കൊണ്ടുവന്നുള്ളതാണ് നവകേരള കർമ്മ പദ്ധതി. നവകേരള കർമ്മ പദ്ധതിയിലുള്ള ഒന്നാണ് നമ്മളുടെ ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ലൈഫ് മിഷൻ പ്രകാരം നമ്മൾ എത്ര വീടുകൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഹൗസിംഗ് ഫെസിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അതിൽ കേരള ഗവൺമെന്റ് എത്ര കൊടുക്കുന്നു, കേന്ദ്ര സഹായം എത്ര കൊടുക്കുന്നു, എത്ര വീടുകൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പഠിച്ചിരിക്കുന്ന നല്ലതാണ്. അതുപോലെ തന്നെ ടൂറിസം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ എക്സ്പോർട്ട് ഫ്രണ്ട്ലി ടൂറിസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൂറിസം മേഖലയിലേക്ക് നമ്മൾക്ക് എന്തെല്ലാം തരത്തിലുള്ള, അതിലും അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവാം, സജസ്റ്റീവ് ആൻസേഴ്സ് നിങ്ങളോട് ചോദിച്ചേക്കാം. ടൂറിസം മേഖലയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സജഷൻസ് ചോദിച്ചേക്കാം, നിങ്ങളുടെ ആശയങ്ങൾ ചോദിച്ചേക്കാം. ആ ആശയങ്ങളും വളരെ സമഗ്രമായി ചുരുക്കി പോയിന്റ് വൈസ് എഴുതാൻ പറ്റണം. ഓക്കെ. അതുപോലെ തന്നെ ഈ നമ്മുടെ കാപ്പാട് പോലുള്ള ബീച്ചുകളിലൊക്കെ നടപ്പിലാക്കിയുള്ള പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഇവിടെ നടപ്പിലാക്കിയുള്ള ബീച്ച് ടൂറിസം, അതുപോലെ തന്നെ ടൂറിസത്തിന് നമ്മൾ പലതായിട്ട് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? മെഡിക്കൽ ടൂറിസം, അതുപോലെ തന്നെ എന്താണ് പറയുക, നമ്മളുടെ ഇപ്പോഴത്തെ ഇന്നൊരു പുതിയ ഒരു ടേം വന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചോന്നറിയില്ല, ഞാൻ അത് മറന്നുപോയി. വെൽനസ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു സംഭവമുണ്ട്. അതിൽ കേരളത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. അതിന് ഏറ്റവും സാധ്യതകളാണ് വെൽനസ്. അത് നമ്മുടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ആയുർവേദ സ്പാ അങ്ങനെ പരിപാടികളും, അതുപോലെ തന്നെ ധ്യാന യോഗ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടില്ലേ. അതുപോലെ തന്നെ സ്പിരിച്വൽ ടൂറിസം, അതുപോലെ തന്നെ ബീച്ച് ടൂറിസം, അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ട്. അതിൽ നമുക്ക് കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്, അതിന്റെ സാധ്യതകൾ എന്താണ്, വുമൺ എംപവർമെന്റിൽ നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അതിൽ വരുന്ന ഒരു സംഭവമുണ്ട്, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കേരള പ്ലാനിംഗ് ബോർഡ്. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ പ്ലാനിംഗ് ബോർഡ് നിലവിലുള്ള ഒരു സംസ്ഥാനം, ഏക സംസ്ഥാനം എനിക്ക് തോന്നുന്നു കേരളമാണ്. മറ്റു സ്ഥലങ്ങളിൽ പ്ലാനിംഗ് ബോർഡ് ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. കേരളത്തിൽ മാത്രമാണ് ഉള്ളത് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിന്റെ റോൾ എന്താണ്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിന്റെ ഒരു ഇൻട്രോഡക്ടറി ആസ്പെക്ട് ആയിട്ട് നിങ്ങൾ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എങ്ങനെ ത്രിപുരയിലും കൂടി പ്ലാനിംഗ് ബോർഡ് പോലെ സ്ഥലത്തേ ഉള്ളൂ എന്നുള്ളതാണ്. പ്ലാനിംഗ് ബോർഡിന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, നീതി ആയോഗ് എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ പൊതുവായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലൊക്കെ ഉള്ള ഡാറ്റ ധാരാളം ചോദിക്കാൻ വരുന്ന സംഭവമാണ് അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത്, അച്ചീവ്മെന്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ.
ഓക്കെ, അതിൽ നിങ്ങളോട് കിഫ്ബിനെ കുറിച്ച് ചോദിക്കാം. കിഫ്ബിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മസ്റ്റായിട്ട് നമ്മൾ കിഫ്ബിനെ പറ്റി പറഞ്ഞിരിക്കണം. അതിൽ നമ്മളുടെ ഒരു മസാല ബോണ്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഒരു എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, കിഫ്ബിന്റെ ഫണ്ടിങ് എങ്ങനെ സ്വാധീനിക്കുക എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് പറ്റുന്ന ഒരു അബദ്ധം പറയാം. ഞാൻ എഴുതി വന്നപ്പോൾ ഗംഭീരമായിട്ട് എഴുതി പോയി. പക്ഷെ അവസാനം വന്നപ്പോൾ എന്തുണ്ടായില്ല, ഈ പ്രധാനപ്പെട്ട പോയിന്റ് മസാല ബോണ്ടിനെ കുറിച്ച് എഴുതാൻ മറന്നുപോയി. അപ്പൊ ആയതുകൊണ്ട് നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കാൻ, കുറച്ച് സമയം ചിന്തിക്കാൻ കിട്ടുള്ളൂ. സ്പീഡ് ടെസ്റ്റ് ആണ്. അപ്പൊ ആയതുകൊണ്ട് കിഫ്ബിനെ കുറിച്ച് ചോദിക്കുക. അതിന്റെ ഈ ഹെൽത്തും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള പോളിസികൾ എന്തൊക്കെയാണ്, പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഇമ്പാക്ട്സ്, അതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം അക്ഷരം, എവിടുന്ന് അത് ചോദ്യം വരാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. വീണ്ടും നമ്മൾ അക്ഷരമാല വീണ്ടും നമ്മുടെ ഇതിലേക്ക് ചെലുത്താൻ പോകുന്നു. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളെ പാസിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണത്, പാസിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നു. കേരള അഡോപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ഇപ്പൊ കേന്ദ്രത്തിന്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മളുടെ വിദ്യാഭ്യാസത്തെ എങ്ങനെ സ്വാധീനിക്കാം, ബാഡായിട്ടോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടോ എങ്ങനെ സ്വാധീനിക്കാം, ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെ സ്വാധീനിക്കാം. അങ്ങനെ എഡ്യൂക്കേഷനിൽ തന്നെ നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ തരംതിരിക്കാൻ പറ്റും. അതിനെ എങ്ങനെ എല്ലാം സ്വാധീനിക്കാം എന്ന് നമുക്ക് നോക്കാം. എന്താ പറയാ, ഒരു വിശകലനം നടത്തേണ്ടി വരും. ഇങ്ങനെ ഉള്ള പ്രോഗ്രാംസുകളെ കുറിച്ചും ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചും അതിന്റെ ഇമ്പാക്ട്സുകളെ കുറിച്ചും ഒരു ചെറിയ ഒരു വായന ആദ്യം നടത്തുക. അതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് ഞാൻ പറഞ്ഞു, ഏതാണ് ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചുള്ളതും അതുപോലെ തന്നെ ഈ ജോമോൻ മാറ്റി എഴുതിയ ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചൊന്ന് വായിച്ചു നോക്കുക. കേരള എക്കോണമിയെ കുറിച്ചൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തന്ന നേരത്തെ പുസ്തകങ്ങളിലേക്ക് വീണ്ടും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ സമയം അധികരിച്ചു, 8:30 നിർത്തണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ കൂടി അധികം എടുത്തിട്ടുണ്ട്. ക്ഷമിക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നല്ലത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. ഇനി എന്തെങ്കിലും എന്നെ കൊണ്ട് നിങ്ങളുടെ പഠനത്തിന്റെ ഒരു പഠനം നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എന്റെ അസിസ്റ്റൻസ് പറ്റുവാണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. സമയം കിട്ടുന്ന മുറയ്ക്ക്. ഇനി ഞാൻ ST ഡയറക്ടറേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ഒരു സമയം കിട്ടണമെന്നില്ല. എന്നിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു പോസ്റ്റാണ്. KS-ന്റെ ട്രാൻസ്ഫർ നടന്നു. എല്ലാവർക്കും കിട്ടട്ടെ. 31 പോസ്റ്റാണുള്ളത്. 31 പോസ്റ്റില് 10 പോസ്റ്റുകളാണുള്ളത്. ഒരു മിനിറ്റ്. യെസ് സാർ പറഞ്ഞത് ST ഡയറക്ടറേറ്റ് എന്നാണോ? യെസ് ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ്. ഓക്കെ. നമ്മളെ ട്രൈബ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് സാറ് അങ്ങോട്ടേക്ക് പോകുമ്പോ നമുക്ക് ആ ഏരിയയും കൂടെ. എക്കണോമിയിലില്ലല്ലോ. എക്കണോമിയിലല്ല സാർ. ഓക്കെ. അത് ഞാൻ നോക്കാം. അതിൽ കുറെ അധികം പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്. അയ്യങ്കാളി ഞാനിപ്പോ അതിന് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവല്ലേ. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഒരു പ്രീ നോളജ് നമ്മളെ സുബൈർ സാറിന്റെ നേതാവായിട്ടുള്ള സുബൈർ സാർ പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഞാൻ പൊതുവെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അതിനെപ്പറ്റി പഠിക്കാന്നുള്ള ഒരു ശീലമായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളെ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയിലെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയിലെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമായിട്ട് അത് വരുന്നുണ്ട്. ഞാൻ ഹിസ്റ്ററി മേഖലയിൽ കുഴപ്പമില്ല, എനിക്ക് പറഞ്ഞു തരാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെ പറ്റി പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ടാൽ മതി. നിങ്ങളുടെ സലാമിനോടൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ. ചോറൊക്കെ കഴിക്കേണ്ട സമയം വല്ലാതെ വൈകി പോയിട്ടുണ്ടാവും. എന്നോട് ക്ഷമിക്കുക. കാരണം ഈ സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം ഇരിക്കേണ്ടി വരും. ഉപകാരം. ഞാൻ വളരെ സ്പീഡിൽ പോയത് കൊണ്ട് നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. സലാമേ, അപ്പൊ നമുക്ക് സമീപിക്കാം. സലാം പോയോ? ഇല്ല സാർ. ഓക്കെ. വളരെ നന്നായിട്ട് ആ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഒരുവിധം ഡീപ്പായിട്ട് തന്നെ ആ സിലബസിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് വളരെ ഉപകാരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സാറിന് ഇവിടെ കിട്ടിയെന്നുള്ളതിൽ സുഭാഷിന്റെ ഫോട്ടോ ഞാൻ കാണുന്നുണ്ട്. സന്തോഷം. അപ്പം ഇങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ കൈകാര്യം ചെയ്യാൻ സാറിന് കിട്ടിയെന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. നമ്മുടെ ST ഡയറക്ടറേറ്റിലോട്ട് പോകുമ്പോൾ നമ്മളെ അട്ടപ്പാടിക്ക് എന്തായാലും സാറും വന്നിട്ടുള്ളതാണ്. നമ്മളവിടെ വിസിറ്റ് ചെയ്തായിരുന്നു അല്ലേ? വിസിറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ പറ്റുകയാണെങ്കിൽ അഫ്സലിന്റെ അടുത്ത് തന്നെ നമ്പർ ഉണ്ട്. ഒരു ജസ്റ്റ് വാട്സപ്പ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാം.
സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. അതിന് നിങ്ങളുടെ ഇടയിലുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാൻ തയ്യാറാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി. അപ്പൊ ഞാൻ അതിന്റെ സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് മലയാളത്തിൽ പറഞ്ഞുതരാൻ പരമാവധി ശ്രമിക്കാം. ഞാൻ മലയാളിയാണ്, ഒരു ജാട ഇല്ല. ഇംഗ്ലീഷാണെന്ന് ഞാൻ ഭയങ്കര ഇംഗ്ലീഷാണ് തെളിയിക്കാൻ വേണ്ടി ഒരു സംഭവം നടത്തില്ല. മാത്രമല്ല എന്തൊക്കെ പ്രശ്നം വെച്ചാൽ ഇംഗ്ലീഷാണ് എക്സാം എഴുതിയത്, ഇംഗ്ലീഷാണ് പഠിച്ചത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വല്ലാതെ അതിന്റെ ടേംസ് എക്കണോമിക്സ് ആണെങ്കിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എക്കണോമിക്സ് നിങ്ങൾ ഉദാസീന വക്രം അതുപോലെ തന്നെ അങ്ങനെ കുറെ സംഭവം ഉണ്ട്. ഇതുകൊണ്ട് ഈ പാരഡോക്സ് സംഭവം അങ്ങനെ സംഭവത്തിലേക്ക് സിലബസ് പോയിട്ടേ ഇല്ല, പകരം ജനറൽ നോളജ് മാത്രമാണ്. അപ്പൊ നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. എക്കണോമിക്സ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ജനറൽ നോളജ് ആണ് ഇതിലുള്ളത്. അത് പഠിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി. ഓക്കെ, ഇനി കൂടുതലായിട്ട് പരത്തി പറയണ്ടല്ലോ. വേണ്ട സാർ. എല്ലാവർക്കും വിജയാശംസകൾ. എന്നെ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഇതിലേക്ക് ക്ഷണിച്ച അഫ്സലിനും സുബൈർ സാറിനൊക്കെ നന്ദി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെഷൻ വെച്ചോളൂ. ഞാൻ ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിട്ട് തന്നെ വെക്കാം കേട്ടോ. ഒന്ന് മുൻകൂട്ടി കുറച്ച് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ.